വേദപുസ്തകത്തിലൊരു ഹന്നയുണ്ട്. അവള് ദൈവസന്നിധി കരയുകയാണ്. പുരോഹിതൻ പറഞ്ഞു, നിന്റെ വീഞ്ഞിറങ്ങട്ടെ. അവൾ പറഞ്ഞല്ല, ഞാൻ മനോവശമുള്ള സ്ത്രീയാണ്, എൻ്റെ ഹൃദയം പകരുകയായിരുന്നു ദൈവത്തെ. ജസ്റ്റ് ഐ വാസ് പോർ ഔട്ട് മൈ ഹാർട്ട് ആൻഡ് ടു ഗോഡ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിനക്ക് നിവർത്തിച്ച് തരട്ടെ. പിന്നെ വചനം പറയുന്നു, പിന്നെ അവിടെ മുഖം വാടിയില്ല. നമ്മളത് ചിന്തിക്കാൻ ആഗ്രഹിക്കണം. ആദ്യം അവളൊരു തീരുമാനം എടുക്കുകയാണ്. ദൈവം എനിക്കൊരു പൈതലിനെ തന്നാൽ, ഒരു തീരുമാനം ദൈവത്തിന് എടുത്താട്ട്. കർത്താവ് എന്നെ മാനിച്ചാൽ, എന്നെ അനുഗ്രഹിച്ചാൽ, ചില കാര്യങ്ങളിൽ ഞാൻ പറയുക, നിങ്ങളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ പോലും കർത്താവേ, ഇതാ അടിയൻ, ഇതാ ഹിയറായാം, ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാനായി, അതേ പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യാനായി ഞാൻ പോകുന്നെന്ന് പറഞ്ഞ അനുസരണമുള്ള പുത്രനെ പോലെ ദൈവത്തോടൊരു ഉടമ്പടി പറഞ്ഞാട്ട്, നീ എനിക്ക് ഇന്നതൊക്കെ ചെയ്താൽ കർത്താവേ ഞാൻ നിന്റെ വഴിയിലാണ്, നീ എന്നെ മാനിക്കണം. അവൾ പറഞ്ഞു, നീ എനിക്ക് തന്നാൽ നിനക്ക് നിവേദിതനായിരിക്കും ഈ പൈതൽ. അവിടെ ഹൃദയം, അവിടെ ചുണ്ടനങ്ങിയതല്ലാതെ ശബ്ദം പുറപ്പെടില്ല. ദൈവവുമായി ഒരു എൻകൗണ്ടിങ് അവൾ ദൈവത്തോട് പറയുകയാണ്, എൻ്റെ കണ്ണുനീര് നീ കണ്ടേ മതിയാവും, നിന്നകൾ കണ്ട് ഞാൻ മടുത്തു, എനിക്കിനി മുൻപോട്ട് പോകാനൊക്കെ നീ എനിക്ക് തന്നേ മതിയാവും. ആ ദൈവത്തോട് ഉടമ്പടി പ്രകാരം അവൾ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമുക്കറിയാം, ദൈവത്തോട് അവിടെ ഷി വാസ് മേക്കിംഗ് എ കവനന്റ് വിത്ത് ഗോഡ്. ദൈവത്തോടൊരു ഉടമ്പടി അവൾ സ്ഥാപിക്കുകയാണ്. ദൈവത്തോട് പറഞ്ഞാട്ട്, യാക്കോബ് പറഞ്ഞു, നീ എനിക്ക് തന്നാൽ, നീ എന്നെ അനുഗ്രഹിച്ചാൽ, മാനിച്ചാൽ, ആ ദൈവം സത്യമാണോ പറയുന്നത് ദൈവം വാച്ച് ചെയ്യും. 3, അവിടെ വീഞ്ഞിറങ്ങട്ടെന്ന് പറയുകയാണ്, പരിഹസിക്കുകയാണ്. ആ പരിഹാസ നടുവിൽ അവിടെ അവസ്ഥകളെ ദൈവത്തോട്, ആ മനുഷ്യനോട് പറയുകയാണ്. പക്ഷേ അയാൾക്ക് പവറുണ്ട്. നിങ്ങളെ നടത്തുന്നവർക്ക്, നിങ്ങളുടെ മുകളിലുള്ള അധികാരമുള്ളവർക്ക്, നിങ്ങളുടെ മേൽ നന്മകളെ റിലീസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അവരവൻ്റെ തലയിലും താടിയിലേക്ക്, വസ്ത്രത്തിലേക്ക് അതൊഴുകിയതുപോലെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അസാധ്യമായിട്ട് ദൈവത്തിനൊന്നുമില്ല. പിന്നെ വചനം പറയുന്നു, അവിടെ മുഖം വാടിയില്ല. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ലഭിച്ച പോലെ അവിടെ പോയി. പിന്നീട് കൂടി വരുമ്പോൾ ദൈവം അവൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവിടെ ഗർഭപാത്രത്തെ ദൈവം തുറക്കുകയാണ്. ആ മനുഷ്യന് ദൈവം ശക്തി കൊടുക്കുകയാണ്, തലമുറകൾ ലഭിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ദൈവസന്നിധിയിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാനും ഉടമ്പടി പറയാനും ആ പ്രതീക്ഷയോടെ ദൈവസന്നിധി നിന്നാൽ അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് എന്നും കഴിയും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തെ തലമുറകളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു മഹത്വം ഇറങ്ങട്ടെ. ആ കണ്ട് വാച്ച് ചെയ്യുന്നവരുടെ മേൽ ഒരു ദൈവശക്തി ഇറങ്ങട്ടെ. വാച്ച് ചെയ്യുന്നവരുടെ മേൽ ഒരു അഭിഷേകം ഇറങ്ങട്ടെ. വാച്ച് ചെയ്തവരുടെ മേൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ. മുഖങ്ങൾ പൊട്ടി ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് ജനം വരട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.